എന്ത് ആ അതൊന്നും ഹൈ ആയിട്ടുള്ളതൊന്നും പറ്റില്ല. ഇങ്ങനത്തെ എന്തെങ്കിലും വേണം വാങ്ങിക്കാൻ. ഹലോ, ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ. ഞങ്ങളുടെ ഈവനിങ് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. സാധാരണ ഞങ്ങൾ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടൊന്നും ഇങ്ങനെ വരാറേ ഇല്ല. ലിസ്റ്റ് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലിസ്റ്റ് അയച്ചു കൊടുക്കും. ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വീട്ടിലെത്തിക്കാറാണ്. അല്ലാണ്ട് വരേണ്ട ആവശ്യം വരാറേ ഇല്ല. ഞാനാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ഒരു ഓട്ടോ വിളിക്കണം, തിരിച്ചു പോകാൻ ഓട്ടോ വിളിക്കണം. അങ്ങനത്തെ റിസ്ക്കൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഷോപ്പ് ചെയ്യാൻ പോകുന്നത് തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഞാനങ്ങനെ റിസ്ക് എടുക്കാറേ ഇല്ല. അവരെ വിളിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് അത് അങ്ങനെ തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യാറ്. പിന്നെന്താ, ഇന്നിപ്പോൾ എനിക്ക് ഡയറക്റ്റ് വരേണ്ട ആവശ്യം നിർബന്ധമായി. എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പം കുറേ വെജിറ്റബിൾസും പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ലേവിഷായിട്ടുള്ള പർച്ചേസിംഗ് ഒന്നുമല്ല, ഫുൾ പ്ലാൻഡ് ആണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതിന് മുന്നേ, ഞാനൊരു 1 വീക്കിനുള്ളതോ അല്ലെങ്കിൽ 2 വീക്കിനുള്ളതോ ലിസ്റ്റ് ചെയ്തിട്ടാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലൊന്നും പോയിട്ട് പർച്ചേസ് ചെയ്യരുത്. കണ്ണിൽ കണ്ടതെല്ലാം വാങ്ങിക്കൂട്ടുകയോ ചെയ്യരുത്. എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു ശീലം ഇതിന് മുന്നേ ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ എല്ലാം ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. പക്ഷേ കുറച്ചങ്ങ് കഴിയുമ്പം അത് ഉപയോഗിക്കാണ്ട് കേടുവരും, പിന്നെ അതിങ്ങ് കളയും. അങ്ങനത്തെ ഒരു ശീലം ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ആവശ്യം. ഞാൻ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യേണ്ട നിർബന്ധം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ്. വീട്ടിലെ ചൂല് അടിച്ചു വാരി തേഞ്ഞ് പോയി. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരുപാട് കുനിഞ്ഞ് ജോലി ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും ചൂല് മാറ്റേണ്ട ആവശ്യം വന്ന്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് വന്നിട്ട് നോക്കിയിട്ട് മേടിക്കാം കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് വന്ന് എടുക്കുക തന്നെ വേണമല്ലോ. ഇവിടെ ദിനവും മനുവും കൂടെ സോഫ്റ്റ് ഡ്രിങ്ക്സിന് വേണ്ടിയിട്ട് വാശി പിടിക്കുകയാണ് കേട്ടോ. ആദ്യം കുറച്ചും കൂടെ റെഡ് ബുള്ളാണ് എനിക്ക് ആദ്യം കാണിച്ചു തന്നിട്ട്. ഞാൻ പറഞ്ഞു അതൊന്നും വാങ്ങിത്തരില്ല, കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള പറയുമെന്ന് പറഞ്ഞപ്പം ദിനു എന്തോ ടിലോയോ അങ്ങനെ എന്തോ ആണ് എടുത്തത്. ടിലോ ആണോ ലിച്ചി ആയിരുന്നോ എന്നറിയില്ല, എന്തോന്നെടുത്തു. മനു പെപ്സിയാണെന്ന് തോന്നുന്നു എടുത്തത്. എനിക്ക് ഇങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് തീരെ താല്പര്യമില്ല കേട്ടോ. ഞാൻ ഇവർക്ക് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറേ ഇല്ല. ഞാനാണെങ്കിലും 7up അല്ലെങ്കിൽ ഇത് രണ്ടുമാണ് കുടിക്കാറ്. പക്ഷെ അതങ്ങനെ എപ്പോഴും കുടിക്കാറില്ല. പിന്നെ എനിക്കാണെങ്കിൽ 7up കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു വയറുവേദന വരും കേട്ടോ. അതെന്താണെന്നറിയില്ല, ഗ്യാസ്ട്രിക് പ്രോബ്ലമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണോ, ഇനി വല്ല അൾസറോ അങ്ങനെ വയറ്റിനകത്ത് ഉണ്ടോയെന്നറിയില്ല. അത് കുടിക്കുമ്പം എനിക്ക് നല്ല പ്രശ്നമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ലേസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് വായിൽ പെട്ടെന്ന് പുണ്ണ് വരും. ബ്രോസ്റ്റൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് വരും. അതുകൊണ്ട് അതൊക്കെ ഞാനായിട്ട് അവോയ്ഡ് ചെയ്ത് വെച്ച സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റാത്തതുകൊണ്ട് എനിക്കിങ്ങനെ ഓരോ ഇൻഫെക്ഷൻസ് അല്ല, അലർജി വരുന്നതുകൊണ്ട് ഞാൻ അവർക്കും അത് പ്രൊവൈഡ് ചെയ്യലില്ല കേട്ടോ. ഞാൻ കൊടുക്കാറില്ല, അത് നല്ലതല്ല. അതുകൊണ്ടാണ്. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് തന്നെ അവർ തന്നെ ഒരു ഓട്ടോ വിളിച്ചു തന്നു കേട്ടോ. എന്നിട്ട് അതിനകത്ത് സാധനമൊക്കെ വെച്ച് തന്നു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. ഇത് ഇത്രയും ഐറ്റംസാണ് വാങ്ങിയിരിക്കുന്നത്. ലിസ്റ്റിലില്ലാത്ത കുറച്ച് ഐറ്റംസും കൂടെ വാങ്ങിയിട്ടുണ്ട്. നൂഡിൽസ്, ഫ്രഞ്ച് ഫ്രൈസ്, ഫ്രൂട്ട്സ്, പിന്നെ ഒരു കെച്ചപ്പും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. ഇപ്പോൾ അതാ ദിനു വന്നിട്ട് എനിക്ക് വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിലും പിന്നെ റാക്കിലൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് തരാണ് കേട്ടോ. അങ്ങനത്തെ ഹെൽപ്പൊക്കെ എനിക്ക് ചെയ്തു തരുന്നതാണ്. പിന്നെ വരുന്ന വഴിക്ക് ഞാൻ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ ഞാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് ബോക്സിലാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചു. ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കറണ്ടൊക്കെ കുറച്ച് സമയത്തേക്കൊക്കെ പോകുമ്പോൾ അതിൽ ഫ്രീസായി കിടക്കുന്ന അഡ്ജസ്റ്റ് ആയിട്ട് മീൻ ചീത്ത ആവാണ്ട് അങ്ങനെ കിടന്നോളൂ കേട്ടോ. ഇത് ഞാൻ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ജസ്റ്റ് മുട്ട പൊരിക്കുന്ന പോലെ ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് കുരുമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് ആദ്യം മുട്ട പൊരിച്ചിട്ട് പിന്നെ ടോസ്റ്ററിൽ വെച്ചിട്ട് ജസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഈ ടോസ്റ്റർ ഇലക്ട്രിക് അല്ല, നമ്മൾ ഗ്യാസിൽ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ വാങ്ങിയത് മീഷോന്നാണ് കേട്ടോ. ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് മീഷോന്നാണ്. ഇത് ജസ്റ്റ് 279 ആയിട്ടുണ്ടായിരുന്നുള്ളൂ.
പിന്നെ നമ്മൾ മീഷോന്ന് എന്ത് സംഭവം വാങ്ങിക്കുകയാണെങ്കിലും നമുക്കിപ്പം 15% വരെ ഓഫ് ഉണ്ട് കേട്ടോ. ചിലത് 5% തൊട്ടിട്ട് 15% വരെ ഉണ്ട്. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് ഇതിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു. നമ്മൾ മീഷോയിലൊക്കെ എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി പേയ്മെൻറ്റ് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടേ വാങ്ങിക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ ജസ്റ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് ട്രൈ ചെയ്ത് നോക്കിയപ്പം 23% കൂടെ അതിൽ ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ 32 ഗോൾഡ് കോയിൻസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഗോൾഡ് കോയിൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു ഗോൾഡ് കോയിൻസ് ഓഫറായിട്ട് കിട്ടും. പിന്നെ നമ്മൾ നെക്സ്റ്റ് പർച്ചേസിന് അത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ സംഭവം നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് 7 ദിവസം കഴിയുമ്പോഴാണ് ആ ഗോൾഡ് കോയിന് നമുക്ക് പാസ്സായി കിട്ടുക. അപ്പം നമ്മൾ അതിൽ നിന്ന് പിന്നെ നെക്സ്റ്റ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പം അതിൽ നിന്ന് കുറച്ചും കൂടി കിഴിവുണ്ടാവും. പിന്നെ ആ പ്രൊഡക്റ്റിൻ്റെ മേലുള്ള ഓഫർ ഉണ്ടാവും. പിന്നെ വീണ്ടും അത് ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ അതായത് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിലും ഓഫർ ഉണ്ടാവും. നല്ല ഒരു ഇതാണ് കേട്ടോ മീഷോ. പിന്നെ ആമസോണിൽ ഞാൻ സെയിം പ്രൊഡക്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ 299 ആണ് ഞാൻ കണ്ടത്. നല്ല വ്യത്യാസമുണ്ട് മീഷോയും ആമസോണും തമ്മിൽ. അല്ലെങ്കിൽ അങ്ങനെയാണ്. ക്വാളിറ്റി എനിക്ക് ഒരു വ്യത്യാസം തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ വാങ്ങിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ആമസോണിലെ പ്രൊഡക്റ്റിലായിരിക്കും കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവാന്ന്. പക്ഷേ ഞാനിപ്പോൾ മീഷോന്ന് വാങ്ങിയ പ്രൊഡക്റ്റിന് നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ക്വാളിറ്റിക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെന്താ, ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വരുമ്പം അതിലിങ്ങനെ ഒരു ഗ്രില്ലിൻ്റെ ഒരു ഇതുണ്ടാവും. നമ്മൾ ജസ്റ്റ് ശരിക്കും ഗ്രില്ല് ചെയ്തിട്ടുള്ള സംഭവം കഴിക്കുന്ന പോലെ ഇതിൽ ചിക്കനും ഗ്രില്ല് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ അൽഫാമിൻ്റെ മസാല ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലതാണ്, നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളിതാ ടെറസിൽ ചായയും പിന്നെ ആ ബ്രെഡ് ടോസ്റ്റൊക്കെ എടുത്തിട്ട് ടെറസിൽ പോയിരുന്നിട്ട് ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ റംബൂട്ടാൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ അത് പഴുത്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. ഉണ്ടായിട്ട് ഇങ്ങനെ ടെറസിലേക്ക് തൂങ്ങി നിൽക്കണം. ജസ്റ്റ് കൈ വെച്ച് ഇങ്ങനെ പിടിച്ചാൽ നമ്മളെ റംബൂട്ടാൻ കയ്യിലേക്ക് കിട്ടും കേട്ടോ. പഴുത്തതൊന്നുമില്ല, ഇതുപോലൊന്നല്ല, ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറേ തൊഴിഞ്ഞു പോയി. ഇപ്പം മഴ ആയതുകൊണ്ടായിരിക്കും, നല്ല മഴയായിരുന്നല്ലോ അപ്പോൾ കുറച്ച് മുന്നേ. ആ ടൈമിൽ നന്നായിട്ട് തൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ ഈവനിങ്ങിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ കൂടെ കൂടാം കേട്ടോ. ബൈ.